പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവഗണനയെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബി.ജെ.പിയിൽ ചേർന്നു. പത്തനംതിട്ട സ്വദേശി അഖിൽ ഓമനക്കുട്ടനാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സുജു ടി ബാബു ചേരുകയാണ് വിവരങ്ങളുമായി. സുജു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു.ഡി.എഫിൽ വലിയ പൊട്ടിത്തെറികളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിവരം? അക്ഷയ്, യു.ഡി.എഫിൽ വലിയ തർക്കങ്ങളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്ന സ്ഥാനാർത്ഥി നിർണ്ണയത്തിലാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറികളും കലഹങ്ങളും ഒക്കെ തുടരുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന് പരിഗണന ലഭിക്കുന്നില്ല എന്ന വലിയ പരാതിയുണ്ട്. അത് സംസ്ഥാനത്തുടനീളമുണ്ട്. പല ജില്ലകളിലും അത്തരം പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അഖിൽ ഓമനക്കുട്ടൻ സംസ്ഥാന സെക്രട്ടറിയുടെ പദവി വഹിക്കുന്ന സംസ്ഥാന നേതാവാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് അഖിലിനെ സ്വീകരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, മറുഭാഗത്ത് എൽ.ഡി.എഫിൽ യുവജനങ്ങൾക്ക് വലിയ പരിഗണനയാണ് നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പോലും പുതുമുഖങ്ങളായി യുവജനങ്ങൾ മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം, എസ്.എഫ്.ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന വൈഷ്ണവി ശൈലേഷ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ കളം പിടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ പരിഗണന എസ്.എഫ്.ഐക്കും DYFIക്കും ഈവൻ ബാലസംഘത്തിന് പോലും ലഭിക്കുന്നു. ബാലസംഘത്തിലൂടെ പ്രവർത്തിച്ചു വന്ന 21 വയസ്സുകാർക്ക് ലഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അവിടെയാണ് യു.ഡി.എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ സ്ഥാനലബ്ധി ലഭിക്കുന്നില്ല എന്നാരംഭിച്ചുകൊണ്ട് സംഘപരിവാർ കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്തനംതിട്ടയിൽ പോയിരിക്കുന്നത്. അക്ഷയ്.